ഡിവൈഎഫ്ഐ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി വസീഫാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ എനിക്കിപ്പം ഹലോ മലയാളത്തിൽ അതിഥിയായിട്ടുള്ളത്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. ഗുഡ് മോർണിംഗ് ശ്രീ വി വസീഫ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ശ്രീ വി വസീഫ്, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണമൊക്കെ ആവേശത്തോടെ മുന്നോട്ട് പോകുന്നു. സംഘടനയിലെ പല അംഗങ്ങളും പലയിടങ്ങളിലും മത്സരിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് അടക്കം. ഇപ്പോൾ പ്രസിഡന്റിന് പണി ഇരട്ടിയായോ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു യുദ്ധം തന്നെയാണല്ലോ. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾക്ക് ഇടയിലേക്ക് പരമാവധി എത്തിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ആ സമയത്ത് ഞങ്ങളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന വൈസ് പ്രസിഡന്റും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള വിജിൻ, സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള അരുണ്, അതുപോലെ സച്ചിൻ ദേവ്, രാജ, ലിൻഡോ ഒക്കെ തുടങ്ങി ഒരുപാട് പേര്, അതുപോലെ തന്നെ ഞങ്ങളുമായി സഹകരിച്ച് ഞങ്ങളുമായി കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്ന LDYFൻ്റെ നേതാവ്, AYFൻ്റെ നേതാവ് ജിസ്മോൻ ഉൾപ്പെടെയുള്ള, അരുൺ ഉൾപ്പെടെയുള്ള നിരവധിയായ സഖാക്കൾ തെരഞ്ഞെടുപ്പ് ഗോതയിലാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും അവരുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെടലുകളും അവരുടെയൊക്കെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളുള്ളത്. മാത്രമേ കേരളത്തിന്റെ ഭാവി പൂർത്തീകരിച്ചോളൂ. അല്ല, ഇടതുപക്ഷത്തിന്റെ ഒരു മുന്നേറ്റമാണ് ഈ നാട്ടിൽ യുവജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്നത്. നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ കാര്യത്തിലാണെങ്കിൽ പോലും വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷ ഭരണകാലത്ത് ഉണ്ടായത്. 7000-ലധികം സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന സാഹചര്യമുണ്ടായി. അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതിനുള്ളൊരു സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാക്കി എന്നുള്ളതാണ്. ശ്രീ വി വസീഫ്, ഞാൻ ചോദിക്കാൻ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഡിവൈഎഫ്ഐക്കെതിരെ കഴിഞ്ഞ ദിവസം അബിൻ വർക്കി വീണ്ടും ഒരു ആരോപണമൊക്കെ ഉണ്ടാക്കിയിരുന്നു. കാരണം ഈ 20 കോടി കൊടുത്തത് അത് പലിശ, അതിന്റെ പലിശ കണക്കൊക്കെ പുറത്തു വിട്ടിട്ടില്ല എന്നൊക്കെ തുടങ്ങിയ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേട്. ഇതുപോലെയുള്ള അല്പന്മാർക്ക് എന്തും വിളിച്ചു പറയാനുള്ള ഒരു സാഹചര്യം ഇവിടെയുണ്ട്. അത് ഏറ്റുപിടിക്കുന്ന ചില മാധ്യമങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. കാരണം മാധ്യമങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവന്മാർ ഇങ്ങനെ പറയുന്നത് ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. ഇത് ഇന്ന് വലിയ പ്രശ്നം ഉണ്ടാവില്ല, നാളെ ഇതെടുത്ത് കേൾക്കുന്ന ആളുകൾ DYFI ഇങ്ങനെ പണം പിരിച്ച് കള്ളത്തരം കാണിക്കുന്നവരാണ് എന്നുള്ളൊരു തോന്നൽ അവരുടെ കയ്യിലുണ്ടാവില്ലേ? എന്താ യാഥാർത്ഥ്യം? ഞങ്ങളും യൂത്ത് കോൺഗ്രസും രണ്ടും രണ്ട് സംഘടനയാണ്. ഞങ്ങൾ 25 വീട് പ്രഖ്യാപിച്ചു. അത് സർക്കാരുമായി സഹകരിച്ച് ഞങ്ങൾ വീട് കൊടുക്കുമെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞത് യൂട്യൂബിലുണ്ട്. യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു 30 വീട്. കോൺഗ്രസും പറഞ്ഞു. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒന്നും സർക്കാരുമായി സഹകരിച്ച് എന്നല്ല ഒരു ഘട്ടത്തിലും പറഞ്ഞത്. അവർ വീട് കൊടുക്കും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് പറഞ്ഞത്. ഞങ്ങൾ പ്രവർത്തനത്തിനിറങ്ങി, ഞങ്ങൾ അധ്വാനിച്ചു. കേരളത്തിലാകെ DYFI സഖാക്കളുടെ അധ്വാനം നിങ്ങൾ കണ്ടു. കല്ല് ചുമക്കുന്നതും ചക്ക പറിക്കുന്നതും തേങ്ങ വലിക്കുന്നതും അങ്ങനെ കേരളത്തിലുടനീളം ആക്രി പെറുക്കിയും എല്ലാം DYFI സഖാക്കൾ പണം സ്വരൂപിക്കുന്നത് നിങ്ങൾ കാണുകയാണ്. ഞങ്ങളുടെ 214 ബ്ലോക്ക് കമ്മിറ്റികളിലൂടെ അവരുടെ അക്കൗണ്ടിലൂടെ ആ പണം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രവർത്തനത്തിന് വേണ്ടി മാത്രം തുടങ്ങിയ കനറ ബാങ്കിലെ ഒരു അക്കൗണ്ട് ഉണ്ട്. ആ അക്കൗണ്ടിൻ്റെ വെർച്വൽ അക്കൗണ്ട്സിൽ മുഖാന്തരമാണ് ഈ പണമൊക്കെ അയക്കുന്നത്. അത്രയും സൂക്ഷ്മമായിട്ടാണ്. ഞങ്ങൾ സമയബന്ധിതമായി ഞങ്ങൾക്ക് പണം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് കിട്ടിയ പണമൊക്കെ സമാഹരിച്ചതിൻ്റെ ഒക്കെ ഒരു കണക്ക് വെച്ച് ഞങ്ങൾ പത്രക്കാരോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അതിൽ DYFI സഖാക്കളുടെ വരുമാനത്തിൻ്റെ വിഹിതവും ഒക്കെ വെച്ചിട്ടാണ്. എന്തിന്? ചൂരൽമലയിലെ മേഖലാ സെക്രട്ടറി ജിതിനുണ്ട്. ജിതിൻ പ്രവർത്തിക്കുന്ന മേഖലയുടെ ട്രഷററായിരുന്നു ഷാജഹാൻ. ആ ഷാജഹാനും മക്കളുമൊക്കെ ഒലിച്ചു പോയതാണ്. ആ ഷാജഹാൻ്റെ മോളാണ് നൈസമോൾ. ആ നൈസമോളെ എടുത്ത് കൊഞ്ചിച്ചുകൊണ്ടാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ നാടിനെ വഞ്ചിച്ചത്.
നമ്മളതൊക്കെ കണ്ടതാണ്. ആ ഷാജഹാൻ്റെ കൂടെ പ്രവർത്തിച്ച ജിതിനാണ് ഞങ്ങൾക്ക് ആദ്യമായി അവൻ്റെ കല്യാണത്തിന് നീക്കിവെച്ച പണം ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങളുടെ കണ്ണ് നിറഞ്ഞു പോയ അനുഭവങ്ങൾ, ഇങ്ങനെ എത്രയോ അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു വന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന നിമിഷമായിട്ടാണ് ഈ പണം സമാഹരിച്ചതിനെക്കുറിച്ച് ഈ നാടിനോട് പറഞ്ഞത്. ഞങ്ങൾ ആ പണം സമാഹരിച്ചു. ആദ്യഘട്ടത്തിൽ ഗവൺമെൻറ് ഞങ്ങളെയും പ്രതിപക്ഷത്തെയും എല്ലാ സ്പോൺസർമാരെയും ഒക്കെ വിളിച്ച യോഗത്തിൽ പറഞ്ഞിരുന്നത് 30 ലക്ഷം രൂപയോളം ആകും എന്നുള്ളതാണ്. നമുക്കാർക്കും അറിയില്ല, ഇതൊരു പുതിയ മേഖലയാണ്. ടൗൺഷിപ്പിൻ്റെ പ്രഖ്യാപനമാണ് ഗവൺമെൻറ് നടത്തിയത്. സാധാരണഗതിയിലുള്ള നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പണം കൈമാറുന്നതല്ല ഇവിടെ അജണ്ട. വീട് നിർമ്മിക്കുക, ടൗൺഷിപ്പ് നിർമ്മിക്കുക, അവിടെ സ്കൂളുകൾ ആരംഭിക്കുക, അങ്ങനെ ഒരു പ്രത്യേക പദ്ധതിയാണ്. ചീഫ് സെക്രട്ടറി ആ പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. ഒരു സ്പോൺസർ ഒരു വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ 30 ലക്ഷമാകുമെന്ന് പറഞ്ഞു. പ്രതിപക്ഷവും ഞങ്ങളൊക്കെ കേട്ടു. ഞങ്ങളൊക്കെ വളരെ സന്തോഷത്തോടുകൂടി, എന്നാൽ ഞങ്ങൾ പറഞ്ഞു കുറച്ചുകൂടി പണം കുറച്ചാൽ നല്ലതാണ് എന്ന നിലക്ക് പറഞ്ഞു. ഒന്ന് ആലോചിക്കണം അതിൻ്റെ. അപ്പോൾ ചീഫ് സെക്രട്ടറി പറഞ്ഞു അതെന്തായാലും നെഗോഷിയേറ്റ് ചെയ്യും, കാരണം അതൊരു സുരക്ഷാ സംവിധാനമൊക്കെ ഉള്ളൊരു വീടുണ്ടാക്കണം. നിങ്ങളതിൻ്റെ ഫില്ലറുകൾ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും, അതിൻ്റെ ഫൗണ്ടേഷനുകളൊക്കെ അത്രയും ഉറപ്പോടു കൂടിയാണ് ഉണ്ടാക്കുന്നത്. ഏതായാലും പിന്നീട് ഞങ്ങൾക്ക് വിവരം കിട്ടി, ഒരു ലെറ്റർ കിട്ടി, 20 ലക്ഷം രൂപയാണ് ഒരു വീടിന് ഒരു സ്പോൺസർ കൊടുക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെയാണല്ലോ, നമുക്ക് അതിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തണമല്ലോ. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ 100 വീടിനുള്ള പണം കൊടുക്കാൻ തയ്യാറാണ്, 20 കോടി രൂപ. പരസ്യമായി മുഖ്യമന്ത്രിയെയും രാജൻ മിനിസ്റ്ററെയും മുഹമ്മദ് റിയാസ് മിനിസ്റ്ററെയും, കാരണം വയനാടിന് വേണ്ടി ഇടപെട്ട മന്ത്രിമാരെ, കേളു മിനിസ്റ്ററെയും ഒക്കെ വിളിച്ചിട്ട് ഞങ്ങൾ പ്രതീകാത്മകമായി ചെക്ക് കൈമാറി. അതിൽ CMDRF എന്ന ചെക്ക് എഴുതിയത്. അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഏത് അക്കൗണ്ടിലേക്കാണ് പണം കൊടുക്കേണ്ടത് ഈ വീടിൻ്റെ നിർമ്മാണം എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, പ്രതീകാത്മകമായിട്ടല്ലേ ചെയ്യുക. ഒരു വീട് നിർമ്മിച്ച് നമ്മൾ താക്കോൽ കൈമാറുന്ന ചടങ്ങൊക്കെ നടത്തുമ്പോൾ ആ താക്കോലാണോ പിന്നെ കൊണ്ടുപോയിട്ട് വീട് തുറക്കാൻ ഉപയോഗിക്കുക? അല്ലല്ലോ. അതൊരു പ്രതീകാത്മകമായി ഞങ്ങൾ വില്ലിംഗ് ആണ്, ഞങ്ങൾ ഇത്ര സമാഹരിച്ചു എന്നുള്ളത് പൊതുസമൂഹത്തോടും മുഖ്യമന്ത്രിയോടും ഒക്കെ അറിയിക്കുന്ന ഒരു ചടങ്ങാണ്. ഞങ്ങൾ കയ്യിലുള്ള പണവും പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാരുമായിട്ടാണല്ലോ പിന്നെ സംസാരിക്കേണ്ടത്. അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുമായി ഈ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ പണം കൊടുക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് രേഖാമൂലം തന്നു. ടൗൺഷിപ്പിലേക്കാണ്, ടൗൺഷിപ്പിന് ഒരു പ്രത്യേക അക്കൗണ്ട് ഉണ്ട്, അതിലേക്കാണ് നിങ്ങൾ പണം അയക്കേണ്ടത്. കാരണം വീട് നിർമ്മാണത്തിനാണ് ഞങ്ങൾ പണം കൊടുക്കുന്നത്. അതാണ് ഇവർ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്. നിങ്ങൾ CMDRFിലേക്ക് പണം കൊടുത്തിട്ടില്ല, ടൗൺഷിപ്പിലേക്കാണ് പണം കൊടുത്തത്. ഞങ്ങൾ അവരുമായിട്ടുള്ള അഗ്രിമെന്റ് ഈ വീട് നിർമ്മാണമല്ലേ, അതിങ്ങനെ ഘട്ടം ഘട്ടമായിട്ടല്ലേ കൊടുക്കുന്നത്. ആദ്യ ഘട്ടത്തിലുള്ള പണം കൊടുത്തു ഞങ്ങൾ 5 കോടി രൂപ, 5 ചെക്കായിട്ട്. ഇതൊക്കെ ആർക്കും വിവരാവകാശം ചോദിച്ചാൽ കിട്ടാവുന്നതാണ്. ടൗൺഷിപ്പ് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കുന്നത് ഞങ്ങൾ ഇതിനു വേണ്ടി ഇങ്ങനെയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ അക്കൗണ്ടിൽ നിന്നാണ്. അത് കഴിഞ്ഞ് പിന്നീട് ഇവരുമായി സംസാരിച്ച് അവസാന ഘട്ടത്തിൽ 15 കോടി ഒന്നിച്ചും കൊടുത്തു. ഒക്കെ അക്കൗണ്ട് ട്രാൻസ്ഫറാണ്. അതിൻ്റെ ചെക്ക് നമ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഈ അവരുടെ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നത്. കാനറ ബാങ്കിൽ നിന്നാണ് ഞങ്ങളുടെ അക്കൗണ്ടും. ഞങ്ങളത് പരസ്യമായി പറഞ്ഞു. ഞങ്ങൾ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു. സാക്ഷാൽ VD സതീശൻ, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്, നുണയൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് പറയുമെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവാണല്ലോ, നമുക്കൊരാളെ ചൂണ്ടിക്കാണിച്ച് ഒരു ഉറപ്പുള്ള ഒരാൾ എന്ന് പറയണ്ടേ. സർക്കാരിൻ്റെ പല ആനുകൂല്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആളല്ലേ. അദ്ദേഹം പറയട്ടെ, ഞങ്ങൾ ഒരാളെ വിടുന്നു ഈ അക്കൗണ്ടൊക്കെ പരിശോധിക്കാൻ. നിങ്ങൾ കേൾക്കണം, അത്രയും വ്യക്തതയോടുകൂടിയും ഉറപ്പോടും കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. പരിശോധിക്കാൻ ഒരാളെ വിട്ടോ, ഞങ്ങൾ തയ്യാറാന്നേ. ഈ ബാങ്കിൽ പോകാനും എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഈ പ്രോസസ്സ് നടത്തിയത് എന്നൊക്കെ. ഇതിന് 2 കാര്യമുണ്ട്. ഒന്ന്, ഈ തെറ്റിദ്ധാരണ പരത്തുന്ന പച്ചപ്പട പോലെയുള്ള ചില നാഥനില്ലാത്ത ഫേസ്ബുക്ക് പേജുകളുണ്ട്. ചിലരാണെങ്കിൽ എന്തും വിളിച്ചു പറയുന്ന പേജുകളുണ്ട്. സംശയം ജനിപ്പിച്ച് ഞങ്ങളെ കള്ളന്മാരാക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. എന്നാലും അവർക്കൊക്കെ ഒന്ന് മനസ്സിലാകാൻ. പിന്നെ ഈ കോൺഗ്രസ്സിൽ കുറേ പേരുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസ്സിലൊക്കെ. കാരണം അവർ കണ്ടുപിടിച്ചത് ഏത് ദുരന്തമായാലും എന്ത് പ്രതിസന്ധിയായാലും എങ്ങനെയെങ്കിലും അതൊരു സുവർണാവസരമാക്കി പണമാക്കി മാറ്റാം. ഞാൻ അതിലേക്ക് വരുന്നു. ശ്രീ വി വസീഫ്, ഇപ്പൊ അങ്ങ് പറഞ്ഞപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇപ്പൊ നിലവിൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ച വീട്, അതോടൊപ്പം പിരിച്ച തുക. ഓക്കെ പറഞ്ഞോളൂ, പൂർത്തിയാക്കുള്ളൂ. അങ്ങനെ ഞാൻ പറഞ്ഞു അവർ വരട്ടെ. ഞങ്ങൾ പറഞ്ഞു അവർ വരട്ടെ, ഞങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണ്, അവർ വിടട്ടെ. അത് അവസാനിപ്പിച്ചതാ. പിന്നീടാണ് ഈ സ്ഥാനാർത്ഥി വീണ്ടും മറ്റൊരു ആരോപണമായിട്ട് വരുന്നത്. ഇതിൻ്റെ പലിശ എന്താണ്? അതും ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞു. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കാണിച്ചു.
എന്നിട്ട് ഈ മാധ്യമ റിപ്പോർട്ടർമാരോടൊക്കെ പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും വാ, ഇനിയിപ്പോൾ VD സതീശൻ പറഞ്ഞേക്കണ്ട, നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവരിത് കണ്ട് ബോധ്യപ്പെട്ടു, ആർക്കും അറിയാമല്ലോ. അപ്പോൾ അവർ ചോദിക്കുന്നത് ഇതിൻ്റെ പലിശ എന്താണെന്ന്. ഞങ്ങൾ ഈ അക്കൗണ്ടിൽ നിന്ന് അത് FD ആക്കി അതിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് തന്നെയാണ് അതിൻ്റെ പലിശയും സംവിധാനവും ഒക്കെ വരിക. ഇതിൽ നിന്ന് DYFIയുടെ ദൈനംദിന ഇടപാടുകൾക്ക് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. ഞങ്ങളുടെ മാന്യത. ഞങ്ങൾ ഓഫർ ചെയ്തത് 25 വീടാണ്. 25 വീടിൽ നിന്ന് ഞങ്ങൾ 100 വീട് കൊടുത്തു. നോക്കണം നിങ്ങൾ. എന്നിട്ടും ഞങ്ങളുടെ കണക്കും ചോദിച്ച് ഞങ്ങൾക്ക് എന്തോ പലിശ കിട്ടിയിട്ടുണ്ട്, അത് ഉപയോഗിച്ച് ഞങ്ങൾ DYFI പ്രവർത്തനം നടത്തുകയാണ് എന്ന് പറയാം. ഞങ്ങൾക്ക് DYFIയുടെ പ്രവർത്തനം നടത്താൻ ഞങ്ങൾക്ക് മറ്റു സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ ആ രീതിയിലാണ് പ്രവർത്തിക്കുക. ഈ ഘട്ടത്തിലെ ആളുകൾക്ക് ഒരുപക്ഷെ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ വീട് അറിയാനും ഒരു കൗതുകം ഉണ്ടായിരിക്കും. അപ്പൊ യൂത്ത് കോൺഗ്രസ് ഒരു വെല്ലുവിളി കൊടുക്കുന്നുണ്ടോ ശ്രീ V വസീഫ്? കാരണം അവരും തുകയൊക്കെ പിരിച്ചിരുന്നല്ലോ. അതെ, യൂത്ത്, ഞാൻ ചോദിക്കട്ടെ, ഈ സാഹചര്യത്തിൽ ഇത് വീണ്ടും ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പ്രവർത്തകർക്ക് എങ്ങനെയാണ് ഈ യൂത്ത് കോൺഗ്രസിന് വേണ്ടി ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രചരണം നടത്താൻ പറ്റുക? അവർ പിരിച്ച പണത്തിൻ്റെ കണക്കെവിടെ? അവർക്ക് എത്ര രൂപ കിട്ടി? അവർ ഈ പറയുന്ന 1 കോടി രൂപയായിരിക്കോ അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക? DYFI സമൂഹത്തിൽ നിന്നല്ലേ സമാഹരിച്ചത്? 20 കോടിയിലധികം രൂപ സമാഹരിച്ച് വയനാടിന് വേണ്ടി കൊടുക്കാൻ DYFIക്ക് സാധിച്ചപ്പോൾ എന്താ ഈ യൂത്ത് കോൺഗ്രസിന് പറ്റിയത്? ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് യൂത്ത് കോൺഗ്രസ് ഇതിൽ വലിയ കൃത്രിമം കാണിച്ചിട്ടുണ്ട്. അത് അവരുടെ നേരത്തെയുള്ള പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ അവരുടെ ടീമോ ഒന്നിച്ചാണോ കൃത്രിമം കാണിച്ചത്? അതുകൊണ്ടാണോ ഈ വൈസ് പ്രസിഡന്റിനെ നിരാശ ബാധിച്ച ആളാണല്ലോ പ്രസിഡന്റ് ആക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ കണ്ടിരുന്നു ഗദ്ഗതത്തോടു കൂടി മാധ്യമങ്ങളെ കാണുന്നത്. ഇങ്ങനെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ദുരന്തബാധിതരെ മുൻനിർത്തി പണം പിരിച്ചു മുക്കി എന്നുള്ളത് കൊണ്ടാണോ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കാത്തത് എന്ന് സമൂഹം സംശയിക്കുക. ആ സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കാൻ DYFIക്കാർ കള്ളന്മാരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്താ ഇവർ ഈ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം? ഇവരുടെ മൂത്ത കോൺഗ്രസ് ഉണ്ട് കേരളത്തിലെ. ഈ മൂത്ത കോൺഗ്രസും ഒരു ആപ്പ് ഉണ്ടാക്കി പണം പിരിക്കാൻ, സർക്കാരിന് കൊടുക്കരുത് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. ഈ നിമിഷം വരെ അതിൻ്റെ ഒരു കണക്ക് പുറത്തു വിട്ടോ? ആദ്യം പറഞ്ഞത് എൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട് എന്നാ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്നിട്ട് എവിടെ കാണിക്കണ്ടേ? ഈ പ്രതിപക്ഷ നേതാവിൻ്റെയും KPCC പ്രസിഡന്റിൻ്റെയും സംയുക്ത അക്കൗണ്ടിൽ പണമുണ്ട് എന്ന് പറഞ്ഞവർ ആ പണം എത്രയെന്ന് പറയണ്ടേ? പണം പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് പോലും കാണുന്നില്ല. അപ്പോൾ നാട്ടുകാർ ചോദിക്കുക, വീടെവിടെ കോൺഗ്രസേ, ആപ്പ് എവിടെ കോൺഗ്രസേ എന്ന്. ഇളിമ്പ്യരായി നിൽക്കുകയല്ലേ. ഈ കോൺഗ്രസിന് ഈ സമൂഹത്തെ ഫേസ് ചെയ്യാൻ പറ്റും? യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ മാറി നിൽക്കണ്ടേ? കാരണം അവർക്ക് ഈ സമൂഹത്തോട് പറഞ്ഞ വാഗ്ദാനമൊന്നും പാലിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സംഘടന എന്നുള്ള നിലക്ക് അവർക്ക് ഈ സമൂഹത്തിൽ ഇനി ഇടപെടാൻ പറ്റും? എങ്ങനെ അവർക്ക് മുഖമുയർത്തി ഇറങ്ങാൻ പറ്റുന്നത്? എന്നിട്ടും രാവിലെ കുളിച്ചു മാറ്റി കതറുമിട്ട് വെളുവെളുക ചിരിച്ചിട്ട് ഈ സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ നുണ പറയാൻ, ഇങ്ങനെ മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ ഇവർ കാണിക്കുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, വല്ലാത്ത തൊലിക്കട്ടിയാണ്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ V വസീഫ്, ഇപ്പം സമയപരിമിതി കൊണ്ട് മാത്രം ഞാൻ ഇടപെടുന്നു. ഒരൊറ്റ കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ആക്ഷേപിക്കുക. ഓക്കെ, ഇപ്പൊ തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. ഇപ്പം VK സനോജ് സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ പ്രചാരണത്തിന് അങ്ങ് പോയിരുന്നോ? എന്താണ് നിലവിലെ മട്ടന്നൂരിലെയും പേരാവൂരിലേക്ക് ഒരു ട്രെൻഡ് എന്താണ്? ഒരു സംശയവും വേണ്ട, മട്ടന്നൂരും പേരാവൂരും ഒക്കെ കേരളത്തിലെ ഇടതുപക്ഷ തുടർച്ചയോടൊപ്പം ഉണ്ടാകും. ഈ ജനം ആഗ്രഹിക്കുന്ന മുന്നേറ്റം ഈ 2 മണ്ഡലത്തിലും ഉണ്ടാകും. മട്ടന്നൂരിൽ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ വേരോട്ടമുള്ള ഒരു പ്രദേശമാണ്. അവിടെ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാടാണ്, അദ്ദേഹം പ്രവർത്തിച്ച മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അതിന് വലിയ ഒരു അംഗീകാരം ആ സമൂഹം നൽകും. പേരാവൂര് ശൈലജ ടീച്ചർ നേരത്തെ MLA ആയ ഇടമാണ്. ശൈലജ ടീച്ചറുടെ പ്രവർത്തന മേഖലയാണ്. അവിടെ ഈ കേരളത്തിലെ ഇടതുപക്ഷം നടത്തി വന്ന പ്രവർത്തനങ്ങൾക്ക് ശൈലജ ടീച്ചർക്ക് ഈ സമൂഹത്തിലുള്ള അംഗീകാരം എല്ലാം വോട്ടായി മാറി. അത് ആ മണ്ഡലം കൂടി ഇത്തവണ ഇടതുപക്ഷത്തോടൊപ്പം ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കും. ഓക്കെ, അപ്പം ഒരുപാട് നന്ദി ശ്രീ V വസീഫ്, ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒപ്പം പാർട്ടിക്ക് എല്ലാവിധ വിജയാശംസകൾ കൂടി.